നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് നാഗേന്ദ്രൻസ് ഹണിമൂൺ എന്ന വെബ് സീരീസിന്റെ വിശേഷമാണ്. കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് രാത്രി ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത് സിനിമയല്ല, വെബ് സീരീസ് ആണ്. ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ കൂടെയായിരുന്നു ഇതിന്റെ ഒരു OTT റിലീസ്. മിനിഞ്ഞാന്ന് രാത്രി 6 എപ്പിസോഡുള്ള, ഏകദേശം 30-35 മിനിറ്റ് ദൈർഘ്യമുള്ള 6 എപ്പിസോഡാണ് സിനിമ. ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 3-3.5 മണിക്കൂർ വരും. പേരുല്ലൂർ പ്രീമിയർ ലീഗിന് ശേഷം പിന്നീട് വന്ന ഒരു സീരീസാണ്, മലയാളത്തിൽ ഇറങ്ങിയ സീരീസ്. സുരാജ് വെഞ്ഞാറമൂടും പ്രശാന്ത് അലക്സാണ്ടറുമാണ് ഇതിന്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം എല്ലാം നിർവഹിച്ചിരിക്കുന്നത് നിതിൻ രഞ്ജി പണിക്കരാണ്. അദ്ദേഹത്തിന്റെ കസബ, കാവലെല്ലാം നമ്മൾ കണ്ടാണ്. അതിനുശേഷം വരുന്ന ഒരു വെബ് സീരീസ് ആണ്. ക്യാമറ നിഖിൽ, എടുത്തു പറയണമെന്ന് തോന്നി ക്യാമറയുടെ കാര്യം, അതുകൊണ്ടാണ് ക്യാമറ നിഖിൽ. മ്യൂസിക് രഞ്ജിൻ രാജ്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ടെക്നിക്കൽ സൈഡ്. ആരൊക്കെയാണ് മെയിൻ കഥാപാത്രങ്ങൾ ഞാൻ പറഞ്ഞു. സുരാജ് ഉണ്ട്, പിന്നെ പ്രശാന്ത് അലക്സാണ്ടർ ഉണ്ട്, രമേഷ് പിഷാരടി ഉണ്ട്, പിന്നെ 5 നായികമാരുണ്ട്. ശ്വേത മേനോൻ, ദെൻ ആൽഫി പഞ്ഞിക്കാരൻ, അമ്മു അമ്മിണി, ഗ്രേസ് ആന്റണി, കനി കുസൃതി, പിന്നെ മൃദുല വാര്യർ എന്ന് വേണ്ട 4-5-6 നായികമാരുണ്ട്. പിന്നെയും ഒരുപാട് വലിയ താരങ്ങളുണ്ട്. എല്ലാവരുടെയും പേര് ഓർത്തിരിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, കാരണം അത്രയും വലിയ ഒരു സീരീസാണ്. 6 എപ്പിസോഡുള്ള സീരീസാണ്. സാധാരണ ഈ വെബ് സീരീസുകളൊക്കെ കാണുമ്പോൾ ആദ്യം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ബോറടിക്കാറുണ്ട്. പക്ഷേ ഈ 6 എപ്പിസോഡും അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ നിതിൻ രഞ്ജി പണിക്കറിന് സാധിച്ചിട്ടുണ്ട്. എനിക്ക് വെൽ ഷോട്ട്, വെൽ മെയ്ഡ് ഒരു സീരീസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. മൂവി പോലെ തന്നെ ഓൾമോസ്റ്റ്. എന്ത് മനോഹരമായിട്ടാണ് 1978-80 സമയങ്ങളിലെ കാലഘട്ടങ്ങളെല്ലാം അതുപോലെ ഒപ്പിയെടുത്ത് ക്യാമറയും അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വെബ് സീരീസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ, ഒരു 6 എപ്പിസോഡ് ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു എപ്പിസോഡ് ഇത്തിരി ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ പേരിലോ പ്രീമിയർ ലീഗിന്റെ റിവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞു. എന്നാൽ 6 എപ്പിസോഡ് ഒരുപോലെ ഒരാളെ ചിരിപ്പിക്കാൻ തോന്നുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്ര മനോഹരമായിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്, ക്ലീൻ ആയിട്ടുള്ളൊരു എക്സിക്യൂഷൻ, നല്ല മനോഹരമായിട്ട് സംവിധാനവും ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇനി എന്നെ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്ത ആരാന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് അത് ഗ്രേസ് ആന്റണിയാണ്. ഗ്രേസ് ആന്റണിയുടെ ലില്ലിക്കുട്ടി എന്ന കഥാപാത്രം കൂട്ടുകൂട്ടാൻ നമ്മൾ ചിരിപ്പിക്കുക. അത്ര നൈസർഗികമായ ഒരു മാനറസങ്ങളോടാണ് അവർ പെർഫോം ചെയ്യുന്നത്. പണ്ടത്തെ കാലത്ത് നമ്മുടെ കോമഡിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബിന്ദു പണിക്കരൊക്കെ ചെയ്യുന്ന പോലെ അതേ ഒരു അനായാസമായിട്ടാണ് കോമഡി. ഒരാൾ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതും കഥാപാത്രത്തിലൂടെ ഒരു ആക്ഷനും കട്ടിനും ഇടയ്ക്ക് ഒരു പെർഫോം ചെയ്ത് ചിരിപ്പിക്കാൻ തന്നെ അത്ര എളുപ്പമല്ല. ചിരിപ്പിക്കാന്നല്ല, അഭിനയിക്കാൻ തന്നെ പാടാണ്. എത്ര നാച്ചുറൽ ആയിട്ടാണ് അവർ അഭിനയിക്കുന്നത്. ഒരു രക്ഷയില്ലാതെ ചിരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു അവർ. ഒരു പോയിന്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ ഓവറാക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് ഗ്രേസ് ആന്റണിയുടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഗ്രേസ് ആന്റണിയുടെ പെർഫോമൻസ് ആണ്. സൂപ്പറായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര ചിരി വരുന്നതായിരുന്നു. അവരെ കാണുമ്പോൾ തന്നെ ചിരി വരുന്ന രീതിയിൽ അവരുടെ പെർഫോമൻസ് എടുത്തു പറയാനെന്ന് തോന്നി. പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് പ്രശാന്ത് അലക്സാണ്ടർ സൂപ്പറായിരുന്നു. കോമഡിയൊക്കെ നല്ല രീതിയിൽ, അദ്ദേഹം പ്രത്യേകിച്ച് കോമഡി ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഫേസ് എക്സ്പ്രഷനും കൊണ്ട് പ്രശാന്ത് സൂപ്പറായിരുന്നു. ത്രൂ ഔട്ട് അടിപൊളിയായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് ചെയ്തു. പിന്നെ സുരാജ്, ഓഫ് കോഴ്സ് സുരാജ് പറയാണ്ടിരിക്കാനും പറ്റില്ല. സുരാജിന് ചില സ്ഥലങ്ങളിലൊക്കെ സെയിം എക്സ്പ്രഷൻസ് ഒക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവസാനം ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോൾ അവസാനത്തെ 2 എപ്പിസോഡിൽ സുരാജിന് പെർഫോം ചെയ്യാനുണ്ട്. അത് സുരാജ് വൃത്തിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എന്ത് മനോഹരമായിട്ടാണ്. അതിന്റെ ആക്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. ആക്ഷൻ ഹീറോ ബിജുവിന്റെ ആ ഒരു സീൻ മുതൽ സുരാജ് വേറെ ലെവൽ. അപ്പം സുരാജ് സൂപ്പർ. പിന്നെ കനി കുസൃതിയുടെ ഒരു സീനുണ്ട്. കനി കുസൃതി ത്രൂ ഔട്ട് സൂപ്പർ ആയിരുന്നു. പക്ഷെ ആ ഒരു സീനിൽ അവർ അമ്മേനെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ദാറ്റ് വാസ് സൂപ്പർ. അടിപൊളിയായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് ചെയ്തു. പിന്നെ കനി കുസൃതിനെ എല്ലാ സിനിമകളിലും ഒരു ദുരന്ത നായികയായിട്ടും കണ്ണീരും ഒക്കെ ആദ്യമായിട്ടാണ് അവർ ചിരിച്ചോണ്ടൊരു റോള് കാണുന്നത്. രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ തമിഴ് നായികയായിട്ട് ഒരാൾ വരുന്നുണ്ട്. അവര് സൂപ്പറായിരുന്നു. അമ്മു അമ്മിണി എന്നാണ്. അവര് സിനിമയിലൊക്കെ അഭിനയിച്ചാണ്. രാക്ഷസൻ, അത് 1-2 സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരി. സൂപ്പറായിരുന്നു. അവർ കാണാനും നല്ല ഭംഗിയായിരുന്നു. നല്ലൊരു തമിഴ് ഒരു പെൺകുട്ടിയായിട്ട്, നല്ല ഐശ്വര്യമുള്ളൊരു പെൺകുട്ടിയായിട്ട് സൂപ്പറായിരുന്നു അവർ. പിന്നെ ആൽഫി പഞ്ഞിക്കാരന് ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമില്ല, അവരും കുഴപ്പമില്ലാതെ തന്നെ ചെയ്തു. അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ടാകും. ഭയങ്കര പെർഫോം ചെയ്യാനൊന്നുമില്ല. ശ്വേത മേനോന്റെ കാസ്റ്റിംഗ് എന്നെ സംബന്ധിച്ച് അത്ര ആപ്റ്റായിരുന്നോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ സംവിധായകനും അദ്ദേഹം അവർ ഉദ്ദേശിച്ചത് ചിലപ്പോൾ അങ്ങനെ ഒരു സീനിയർ റോളായിരിക്കും. പക്ഷേ എനിക്കെന്തോ ഒരു ഇത്തിരി ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ ഒരിത്തിരി വ്യത്യാസം പോലെ തോന്നി. ബട്ട് അവർ നന്നായിട്ട് പെർഫോം ചെയ്തു. അവരുടെ ഫ്ലാഷ് ബാക്ക് കഥയൊക്കെ പറഞ്ഞ സമയത്ത് കുഴപ്പമില്ലാണ്ട് അവർ നല്ല രീതിയിൽ ചെയ്ത പോലെ എനിക്ക് തോന്നി. ബട്ട് എവിടെയോ ബാക്കിയുള്ളവർ വെച്ച് നോക്കുമ്പോൾ ഒരു കാസ്റ്റിംഗ് അങ്ങനെ തന്നെ ആയിരുന്നോ വേണ്ടിയിരുന്നതെന്ന് ഒരു ഡൗട്ട് തോന്നി. പക്ഷെ അങ്ങനെ ആയിരിക്കാം, നമ്മളതിൽ ചോദ്യം ചെയ്യണ കാര്യമില്ല. പക്ഷെ അവർ നന്നായിട്ട് ചെയ്തു അവരുടെ റോള്. പിന്നെ
കനി കുസൃതി ഞാൻ പറഞ്ഞു. ഗ്രേസ് ആന്റണിയുടെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, അത്ര മനോഹരമായിരുന്നു. മൃദുല വാര്യന് അത്യാവശ്യം പെർഫോം ചെയ്യാനുണ്ട് ചെറുതായിട്ടെങ്കിലും, പക്ഷെ നാച്ചുറലായിട്ട് അഭിനയിക്കണ പോലെയാണ് എനിക്ക് മൃദുല വാര്യരുടെ ക്യാരക്ടർ ഫീൽ ചെയ്തത്. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 6 എപ്പിസോഡും ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ. സാധാരണ ചില എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്നാൽ പിന്നെ ബാക്കി പേരുള്ള പ്രീമിയർ ലീഗ് ഞാൻ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ കണ്ടു തീർത്തത്. പക്ഷേ ഇത് ഒറ്റ സ്ട്രെച്ചിൽ 3 മണിക്കൂർ ഇരുന്ന് കാണാൻ നമുക്ക് തോന്നും. കാരണം 5 എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് 6ാമത്തെ എപ്പിസോഡിൽ ഇത് എങ്ങനെ വരുമെന്ന് ആലോചിച്ച് പോയി. അതതുപോലെ തന്നെ പക്ഷെ ഒരു ക്ലൈമാക്സ് എങ്ങനെ അവസാനിപ്പിക്കാമെന്നൊരു കൃത്യമായ ധാരണയുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്ലൈമാക്സ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറി ലൈനും ഒരു പ്ലോട്ടും തിരക്കഥയെല്ലാം വൃത്തിയായിട്ട് ചെയ്ത പോലെയാണ് തോന്നിയത്. ഷാജോന്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. ഷാജോണിന് അത്യാവശ്യം നല്ലൊരു കഥാപാത്രമുണ്ട്. ഷാജോൻ സൂപ്പറായിട്ട് ചെയ്യുകയും ചെയ്തു. ജനാർദ്ദനും നല്ല കഥാപാത്രമാണ്. കുറച്ചു നേരം ഉള്ളൂ, എന്നാലും ഇത്രയൊക്കെയാണ് സിനിമയുടെ വിശേഷം. മസ്റ്റായിട്ടും കണ്ടു നോക്കാവുന്ന, ഹാപ്പി ആയിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ കുറച്ചധികം ചിരിപ്പിക്കാനുള്ള മൊമെന്റ്സ് എല്ലാം തരുന്ന ഒരു വെബ് സീരീസ് ആണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ടും കാണാം. 6 എപ്പിസോഡും ഹാപ്പി ആയിട്ട് കണ്ടിറങ്ങാവുന്ന സിനിമ. ഗ്രേസ് ആന്റണിയുടെ എപ്പിസോഡ് 6 എപ്പിസോഡാണല്ലോ. അതിലൊരു എപ്പിസോഡിൽ ലില്ലിക്കുട്ടി എന്ന കഥാപാത്രമാണ്. ഗ്രേസ് ആന്റണി അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും എന്നെ ചെയ്യിപ്പിച്ചത് ആരെന്ന് വെച്ചാൽ ഗ്രേസ് ആന്റണിയും പ്രശാന്ത് അലക്സാണ്ടറുമാണ്. ഓഫ് കോഴ്സ് സുരാജ് സൂപ്പറായിരുന്നു, ബാക്കി എല്ലാവരും സൂപ്പറായിരുന്നു. ബട്ട് ഇത് 2 പെർഫോമൻസ് എടുത്തു പറയണമെന്ന് തോന്നി. അപ്പോൾ കണ്ടിട്ട് വിശേഷങ്ങൾ അറിയിക്കൂ. മറ്റൊരു സിനിമയുടെ അല്ലെങ്കിൽ മറ്റൊരു വെബ് സീരീസിന്റെ വിശേഷമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട് ആൻഡ് ബൈ.